നിങ്ങൾക്കെതിരെ ഉയരുന്നു എലപ്പുള്ളിയുടെ പ്രശ്നം. വൈസ് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ റോഡിന് നടുവിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്. ഇന്ന് ഈ പഞ്ചായത്തില് 10 മണിക്ക് ഞങ്ങൾക്ക് 10 മണിക്ക് ബോർഡ് മീറ്റിംഗ് ആണ്. ആ ബോർഡ് മീറ്റിംഗിന് കയറാൻ അനുവദിക്കാതെ എന്തിന്റെ പ്രതിഷേധം പറയൂ. റോഡ് ഉപരോധിക്കുകയാണോ? ഞങ്ങൾ റോഡ് ഉപരോധിക്കും. പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയൊരു സംഘർഷ സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ നിൽക്കുന്നു. തങ്ങൾക്ക് ബോർഡ് യോഗം കൂടണം, അതിനായിക്കൊണ്ട് പോലീസ് അനുവദിക്കുന്നില്ല, ഈ സമരക്കാരെ മാറ്റുന്നില്ലെന്ന് പറഞ്ഞ് റോഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ കുത്തിയിരിക്കുകയാണ്. CPIM സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം. CPIM പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞ് കോൺഗ്രസും BJPയും ചേർന്ന് ഭരിക്കും പഞ്ചായത്ത്. എലപ്പുള്ളി പഞ്ചായത്ത് വികസനം എന്നത് പാഴ്വാക്കായ പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. ഇൻക്ലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്. CPIM സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്. CPIM സിന്ദാബാദ്. കോൺഗ്രസും BJPയും ചേർന്ന് ഭരിക്കും പഞ്ചായത്ത്. ചേർന്ന് ഭരിക്കും പഞ്ചായത്ത്. എലപ്പുള്ളി പഞ്ചായത്ത്. വികസനം എന്നത് പാഴ്വാക്കായേ. വികസനം എന്നത് പാഴ്വാക്കായേ. എലപ്പുള്ളി പഞ്ചായത്ത്. ലൈഫ് മിഷനിൽ വീടില്ല. ലൈഫ് മിഷനിൽ വീടില്ല. കുന്നംകാട്ടുമതി വെള്ളവുമില്ല. കുന്നംകാട്ടുമതി വെള്ളവുമില്ല. പ്രതിഷേധിക്കുക നാട്ടാരെ. കുടുംബശ്രീക്ക് ഗ്രാൻഡില്ല. കുടുംബശ്രീക്ക് ഗ്രാൻഡില്ല. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോൺഗ്രസും BJPയും ലൈഫ് മിഷനിൽ വീടില്ല. കണ്ണും കെട്ടി വായും കൂട്ടി ഞഞ്ഞാവിന്റെ പറഞ്ഞു നടക്കാൻ എങ്ങനെ നിങ്ങൾക്കാകുന്നു? അധികാരികളെ ഭരണക്കാരെ നിങ്ങൾക്കെതിരെ എലപ്പുള്ളിയുടെ പ്രതിഷേധം. എലപ്പുള്ളിയുടെ പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. അവകാശ സമരം. എലപ്പുള്ളിയിൽ CPMന്റെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നത്. ആ പദ്ധതിക്കെതിരെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിലൊക്കെ വാർഡുകളിൽ ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ മീറ്റിംഗ് ഇന്ന് നടക്കാനിരിക്കെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ CPM പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്തൊക്കെ കാര്യങ്ങളാണ് CPM പ്രതിഷേധത്തിലൂടെ ഉയർത്തുന്നത്? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും മറ്റൊരു വാർഡ് മെമ്പറും കൂടി റോഡ് ഉപരോധിക്കുകയും വനിതാ പോലീസ് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു ഉന്തും തള്ളുമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ CPM
എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് എതിരെ ഒരു ഉപരോധ സമരമാണ് നടത്തുന്നത്. ആ ഉപരോധ സമരത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ ഒയാസിസ് ബ്ലൂബറി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചതാണ്. ആ ബോർഡ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ ഉപരോധം നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് CPM-ന്റെ ഉപരോധം നടക്കുന്നു, ഭരണസമിതി അംഗങ്ങൾ റോഡിൽ ഈ പ്രതിഷേധവും നടത്തുന്നു. ഇപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഇപ്പോ നിങ്ങളുടെ ഉപരോധം നടക്കുന്നത് അവർ ഒയാസിസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തീരുമാനവും എടുക്കുന്ന ദിവസമാണ്. അതിനെ അനുവദിക്കുന്നില്ല. അത് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു സമരമെന്നാണ് അവർ ആരോപിക്കുന്നത്. CPIM-ന്റെ നേതൃത്വത്തിൽ 2 കാൽനട പ്രചരണ ജാഥകൾ നടത്തി. 2 ദിവസങ്ങളിലായി 2 കാൽനട ജാഥകൾ നടത്തി. ആ ജാഥയിൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ് ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം. എന്തിനാണെന്ന് ചോദിച്ചാൽ 5 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ലൈഫ് മിഷനിൽ വീട് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് പോലും ലൈഫ് മിഷൻ വീട് കൊടുത്തിട്ടില്ല. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നില്ല. കുടുംബശ്രീക്കാർക്ക് ഗ്രാന്റ് കൊടുക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇതിനെതിരായിട്ടുള്ള ഉപരോധ സമരമാണ്. ഒയാസിസ് കമ്പനിക്കെതിരായി ഇവർ കേസ് കൊടുത്താൽ എന്താണ്, ഇവർ സമരം നടത്തിയാൽ എന്താണ്? ഞങ്ങൾക്കതിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച് 2 ദിവസം ജാഥ നടത്തിയിട്ടാണ് ഈ ഉപരോധ സമരം നടത്തുന്നത്. പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് അവർക്ക് നോട്ടീസ് കൊടുക്കാതെ ഇന്ന് രാവിലെ പെട്ടെന്നുണ്ടായ ഒരു സമരം എന്നാണ്. പഞ്ചായത്ത് ആഫീസിലെ നോട്ടീസ് ഒരിക്കലും കൊടുക്കാറില്ല. ഞങ്ങൾ ജാഥ നടത്തി പറഞ്ഞ പിന്നെ ഇവരാരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? മന്ത്രിയാ? പഞ്ചായത്ത് പ്രസിഡന്റ് രാജാവാ? രാജ്ഞിയാ? സർക്കാരല്ലേ? ഒരു സർക്കാരല്ല, ഒന്നുമല്ല. പ്രാദേശിക സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? ഗവൺമെന്റ് കൊടുത്ത 5 വർഷം ലൈഫ് വീട് കൊടുത്തോ? എന്താ ഇവരുടെ ഉത്തരവാദിത്വമല്ലേ? 100 ആളുകൾക്ക് ഒരു ദിവസം 100 പണി, ഒരു വർഷത്തിൽ 100 പണി കൊടുക്കുന്നുണ്ടോ? ഇതിന്റെ അവകാശമല്ലേ? ഇത് ചെയ്തല്ലോ. CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ് സംസാരിച്ചത്. ഒരു ഭാഗത്ത് ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം 7ാം വാർഡ് ഗ്രാമസഭ നടത്തി, അത് ഐക്യകണ്ഠേന ഇതാക്കി. 6ാം വാർഡ് ഗ്രാമസഭ വിറ്റിയാണ്. അത് ഐക്യകണ്ഠേന ബ്രൂവറിക്കെതിരായി ജനങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ പോലീസ് ഞങ്ങള് നോക്കിക്കാണുക എന്നല്ലാതെ നിയമപരമായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിന് ബോർഡ് മീറ്റിംഗിന് വരുന്ന ആളിനെ തടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇതേത് അർത്ഥമാണ്? ഈ പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണവിരുദ്ധ നയങ്ങൾക്ക് എതിരെയുള്ള സമരം എന്നുള്ളതാണ്. ലൈഫ് മിഷനിൽ ആർക്കും സമയത്ത് എന്തെങ്കിലും പറയണ്ടേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത്. ഇതൊന്നും കേട്ട് പേടിച്ചോടാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത്. ഈ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതും ഇനിയും നടത്തും. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണമെന്നുള്ള ഭ്രാന്തിളകിയിട്ടാണ് അവർ ഈ കാണിക്കുന്നത്. ആഴ്ചയ്ക്ക് ഓഫീസ് ഉപരോധം എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലീസും. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസിന് കയ്യിലാകുന്നില്ല. ഞങ്ങൾ പഞ്ചായത്തിനകത്ത് കയറുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്താനാണ് പോലീസ് വന്ന് നിൽക്കുന്നത്. അത് ശരിയല്ലല്ലോ. പോലീസ് ഇവിടുന്ന് ആളുകളെ മാറ്റി നിങ്ങൾ ഭരണസമിതി യോഗം കൂടുന്നുള്ള തന്നെയാണോ? കൂടും. ഇവരുടെ തറവാട്ടിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെങ്കിൽ ഇവരുടെ ധിക്കാരവും ദാർഷ്ട്യവും എത്രയുണ്ടെന്ന് പൊതുജനം വിലയിരുത്തും. റോഡ് ഉപരോധം തുടരും. വരട്ടെ. മുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരട്ടെ. കലക്ടർ അടക്കമുള്ളവർ വരട്ടെ. എന്താ ഇവിടെ നടക്കണത് എന്നുള്ളത് കലക്ടർ അടക്കമുള്ളവർ വരട്ടെ. എന്നിട്ട് ഒരു ന്യായം മതി പോലീസിന്. പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് മീറ്റിംഗ് വെച്ച പ്രസിഡന്റ് അടക്കം സ്റ്റാഫുകളെ അടക്കം പുറത്താക്കിയ CPM-നെ അറസ്റ്റ് ചെയ്യാതെ ഇവിടെ പറ്റാതെ ഞങ്ങൾ സമ്മതിക്കില്ല. 8 മണിക്ക് തുടങ്ങിയ ഉപരോധമാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നിൽ കാരണം. ഒരു അന്തർ സംസ്ഥാന പാതയാണ്. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന, പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടെ റോഡ് പൂർണ്ണമായി ഒരു സ്തംഭിച്ച അവസ്ഥയാണ് ഉള്ളത്. കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളെയും പലപ്പോഴും പോലീസ് മാറ്റുന്നുണ്ടെങ്കിലും പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഈ തങ്ങൾക്ക് ഈ അകത്ത് കയറി
ഈ യോഗം കൂടാൻ ഭരണസമിതി യോഗം കൂടാനുള്ളൊരു അവകാശമുണ്ട്. അത് വരെ ഇവിടെ സമരം തുടരുമെന്നാണ്. എന്നാൽ ഈ തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സമരമാണെന്ന് CPM പറയുന്നു. ഭരണസമിതിയുടെ നെറുകേടിനെതിരെയുള്ള സമരം അത് തുടരും എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതിൽ ഇപ്പോഴും ഒരു കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരുന്നു. ധന്യ. യെസ് സാജിദ, കഴിഞ്ഞ ദിവസമാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് അവിടെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമസഭകൾ നടത്തിയപ്പോൾ അവിടെ പദ്ധതിക്കെതിരെ വലിയ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കിയത്. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ വാർഡുകളിലേക്ക് ഈ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്നൊക്കെ ഈ രേവതി ബാബു നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം, അതായത് വികസനവുമായി ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവൃത്തികൾ ഒരു തരത്തിലും പഞ്ചായത്ത് ഇടപെടുന്നില്ല, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യങ്ങളൊന്നും പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രതിഷേധവുമായി CPM എത്തുന്നത്.